ഈ ക്ലീനിങ് എന്നൊക്കെ പറയുന്നത് എനിക്കും കൂടെ തോന്നേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ചെയ്യണമെങ്കിൽ. അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് തോന്നിയ ഒരു ദിവസമാണ് ഇന്ന്. ആദ്യമേ ഞാൻ ഹാളും സിറ്റ് ഔട്ടും 2 റൂമുകളും എല്ലാം അങ്ങ് തൂത്തിട്ടുണ്ട് കേട്ടോ. തൂത്തതിന് ശേഷമാണ് ഞാൻ ഈ തുടയ്ക്കുന്നത്. ഇതിപ്പോൾ സാറ്റർഡേ ആണേ, നാളെ സൺഡേ ആണ്. അപ്പോൾ എല്ലാവരും വരും. എൻ്റെ അമ്മ വരും, ചേട്ടായിയുടെ അമ്മ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അമ്മ നീലൂസിനെ കാണാനാണ് എല്ലാവരും വരുന്നത്. നീലൂസിന് വയ്യാണ്ടിരിക്കുവാണല്ലോ. എൻ്റെ ഓൾമോസ്റ്റ് പനിയും ഒക്കെ മാറിയിട്ടുണ്ട്. ഇനി സൗണ്ടും കൂടി ഒന്ന് ശരിയായാൽ മതി, കുറച്ചും കൂടി ശരിയായാൽ മതി. കഫക്കെട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ. ഇങ്ങനെ ഏറെക്കുറെയൊക്കെ ശരിയായിട്ടുണ്ട്. പനിയായാലും അവൻ അടങ്ങിയിരിക്കുന്ന ഒരു ശീലം ഇല്ലാത്തത് കൊണ്ട് അവന് ഭയങ്കര പാടാട്ടോ എവിടെയെങ്കിലും ഒരിടത്ത് ഇരിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കാർട്ടൂൺ ഇട്ട് കൊടുക്കും കേട്ടോ, ഒന്ന് അടങ്ങിയിരിക്കട്ടെ എന്ന് വിചാരിച്ച്. അതുകൊണ്ട് തുടയ്ക്കുന്നതിൻ്റെ ഇടയ്ക്കും എനിക്കതൊരു ഉപകാരമാണ്. കാരണം ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നോടും, ഒന്നുകിൽ തെന്നി വീഴും, അല്ലെങ്കിൽ ചെളിയൊക്കെ ചവിട്ടിക്കൊണ്ട് വന്ന് വീണ്ടും ആ ഉള്ളിടത്ത് ചവിട്ടിയിട്ട് അവിടെ മൊത്തം ചെളിയാക്കും കേട്ടോ. അങ്ങനെ അവന് കാർട്ടൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ബാക്കി എല്ലായിടവും അങ്ങ് തുടച്ചു. അമ്മ കിടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പഴയതുപോലെ നല്ല രീതിയിൽ ചൂടെടുക്കുന്നുണ്ട് കേട്ടോ. ഈ മഴയില്ലാത്തത് കൊണ്ടായിരിക്കും. ഇടയ്ക്ക് ഓരോ മഴക്കോള് വരും, അത് കോള് മറിഞ്ഞങ്ങ് പോവുകയും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ് ഇപ്പോൾ, വല്ലാണ്ടങ്ങ് ചൂടാണ്. അപ്പോൾ എല്ലായിടവും തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ച് ഫ്രഷായി വന്ന് വിളക്ക് കത്തിക്കാനായിട്ട് പോവാട്ടോ. നമ്മൾ ഈ വീടൊക്കെ തൂത്തുവാരി തുടച്ചതിന് ശേഷം വിളക്ക് കത്തിക്കുന്നതും വെറുതെ ഒന്ന് തൂത്തതിന് ശേഷം വിളക്ക് കത്തിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്കത് പല പ്രാവശ്യവും ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലായിടവും തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് തുടച്ച് ആളും സിറ്റൗട്ടും എല്ലായിടവും ഒന്ന് തുടച്ചതിന് ശേഷം ആ തിളങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് വിളക്ക് കൊണ്ടുവന്ന് വിളക്ക് തേച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കൊണ്ടുവന്ന് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളൊരു ഫീല്, അത് വേറൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാട്ടോ. അകത്ത് ഫാൻ ഇട്ടേക്കുന്ന കൊണ്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ മാറുമ്പോഴത്തേനും കാറ്റടിച്ച് വിളക്കണയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഭിത്തിയുടെ ഈ ഒരു സൈഡിലോട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം വിളക്ക് മാറ്റി അങ്ങോട്ട് വെച്ചിട്ടോ. പിന്നെ ഞാൻ ഈ ഒരു സ്തൂപ് കത്തിച്ച് വെക്കാറുണ്ട്. ദിവസവും വൈകിട്ട് വിളക്ക് കത്തിച്ചതിന് ശേഷം കത്തിച്ച് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്രഷ് മണമൊക്കെ കിട്ടും. എന്തായാലും ഇന്ന് തൂത്ത് തുടച്ചതല്ലേ, അപ്പോൾ ഇതും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അമ്മ ഇവിടെ പേരക്കയൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് നീലൂസിനും കൊടുത്തുകൊണ്ടിരിക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് കുറിയിട്ടു. വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ഒരു ഭസ്മക്കുറി, വൈകിട്ടാണെങ്കിൽ ഭസ്മക്കുറി ഇടുന്നത് ഒരു മസ്റ്റ് ആണല്ലോ. അതിനുശേഷം ഞങ്ങൾ കട്ടനും കാപ്പിയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ 3 പേരൂടെ കുടിക്കുകയാണ് കേട്ടോ. ചേട്ടന്മാരാരും ഇല്ല. എൻ്റെ അമ്മ നാളെ രാവിലെ വരും കേട്ടോ. പതിവ് തെറ്റിക്കാതെ തന്നെ അമ്മ രാവിലെ 8:30 ആകുമ്പം ഇവിടെ എത്തിയിരിക്കും. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് 5:30 ഒരു ബസ്സുണ്ട് കേട്ടോ, ട്രിവാൻഡ്രത്തോട്ടുള്ളൊരു ബസ്സുണ്ട്. ആ ബസ്സിന് കയറി കഴിഞ്ഞാൽ നേരെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും പാളയത്ത് ഇറങ്ങും. പാളയത്ത് നിന്ന് പിന്നെ അവിടെ നിന്ന് ബസ് പിടിച്ച് അമ്മ ഇവിടെ ഇറങ്ങും. അങ്ങനെ അവിടെ നിന്ന് വരും കേട്ടോ. അങ്ങനെ 8:30 ആകുമ്പോഴത്തേനും അമ്മ വീട്ടിലെത്തും. എനിക്കാണെങ്കിൽ യാത്ര ചെയ്യുന്നത് പറയുമ്പോഴേ പേടി വരും കേട്ടോ. കാരണം ബസ്സിൽ എനിക്ക് ഒട്ടും യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ട്രെയിനാണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഹാപ്പി ആയിട്ട് പോയിട്ട് വരും. ബൈക്കാണെങ്കിലും ഹാപ്പി ആയിട്ട് പോയിട്ട് വരും. പക്ഷേ ചില കാറുകളൊന്നും എനിക്ക് പറ്റത്തില്ല കേട്ടോ. കാറിൻ്റെ സ്മെല്ലും ഒന്നും എനിക്ക് പറ്റത്തില്ല. എങ്ങനെ യാത്രകൾ ചെയ്യുമെന്നൊന്നും എനിക്കൊരു പിടിയില്ല. എന്തായാലും ഇപ്പം ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു, എങ്ങോട്ടും പോകണ്ടാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് നീലൂസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൂടുതലും പറയുന്നത്. അവൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനും ചേട്ടയും കൂടെ അടിയാവും, വാക്ക് തർക്കങ്ങളാവും, അങ്ങനെ ഓരോ കാര്യങ്ങളാവും. ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് അതിന് ശേഷം പുറത്തോട്ടൊന്ന് പോകണമായിരുന്നു, കടയിലൊക്കെ പോകണമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ATM-ലൊന്ന് കയറണമായിരുന്നു. അങ്ങനെ അവിടെ എല്ലാം പോയിട്ട് ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേനും നീലൂസ് എഴുന്നേറ്റ് കേട്ടോ. നീലൂസ് ഉറങ്ങിയ സമയത്താണ് ഞാൻ പോയതില്ലെങ്കിൽ അവനെ കൊണ്ട് യാത്ര ചെയ്യേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഒരു കിൻഡർ ജോയ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു കേട്ടോ. കാരണം കുറേ നാളായി അവന് കിൻഡർ ജോയ് വാങ്ങിച്ചു കൊടുത്തിട്ട്. ഇടയ്ക്ക് വാശി പിടിക്കും കേട്ടോ കിൻഡർ ജോയ് വേണമെന്ന്. അങ്ങനെ എപ്പോഴും കഴിച്ചുകൂടാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കും. പിന്നെ ഇന്ന് രാത്രിയിലത്തേന് പയറും കഞ്ഞിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അമ്മയും പറഞ്ഞു ഇന്ന് പയറും കഞ്ഞിയും വെക്കാമെന്ന്. ചെറുപയറും അരിയും കൂടി ഒരുമിച്ചിട്ട് വേവിക്കുമല്ലോ. അങ്ങനെ അരിക്ക് ഇച്ചിരി വേവ് കൂടുതലായതുകൊണ്ട് ഞാൻ ആദ്യമേ അതങ്ങ് കുറച്ച് വിസിലടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സൺഡേ രാവിലെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പതിവ് തെറ്റിക്കാതെ അമ്മ രാവിലെ 8:30 ആയപ്പോഴത്തേനും എത്തിയിട്ടുണ്ട്. ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ 8 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. ഞാനങ്ങനെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ട് കഥയൊക്കെ അങ്ങ് തുറന്നിട്ടു കേട്ടോ. പിന്നെ അമ്മ വന്നിട്ട് ബെല്ലടിച്ചിട്ട് അവിടെ കാത്തുകിട്ട് നിൽക്കണ്ടല്ലോ. അമ്മ വന്ന ഉടനെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്ത് തരുവാണേ. ഈ ഫ്ലാസ്കിൽ തരുന്നത് പാലാട്ടോ. പശുവും പാല്, ഇവിടെ അങ്ങ് പശുവും പാല് കിട്ടാനില്ലാത്തതുകൊണ്ട് കവറ് പാലല്ലേ. അപ്പോൾ ഫ്രഷ് പാല് കൊണ്ടുവന്നതാണ് നീലൂസിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പൈനാപ്പിൾ ഉണ്ടായിരുന്നു. പിന്നെ ചക്ക അവിച്ച് വെച്ചത്, വേവിച്ച് ഓൾറെഡി കുക്ക് ചെയ്ത ചക്കയാണ് കേട്ടോ. പിന്നെ നാടൻ മുട്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ആ പച്ച ബാസ്ക്കറ്റിൽ തന്നത്. അങ്ങനെ അമ്മ ഒരു കിൻഡർ ജോയ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ നേരത്തെ വാങ്ങിച്ചു വെച്ചതാട്ടോ. എന്നോ ഒരിക്കൽ അമ്മയോട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മമ്മ എനിക്ക് കിൻഡർ ജോയ് വേണമെന്ന്. അങ്ങനെ അതും വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ചില്ലറ സാധനങ്ങൾ, ഈ ചീര, കറിവേപ്പില, 2-3 പയറ്, പിന്നെ ഒരു കരിക്ക്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ചീനി ഉണ്ടായിരുന്നേ, വീട്ടിലുണ്ടായ അമ്മ നട്ട ചീനിയാട്ടോ. അമ്മ അച്ഛനോട് നട്ട ചീനിയാണേ. അപ്പോൾ അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ അവനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഒന്നാമത് വയ്യാതിരിക്കല്ലേ, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട്. എന്നാലും അവന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അമ്മ ഉണ്ടാക്കിയ നെയ്യ് കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല ഫ്രഷ് നെയ്യ്. ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അവന് നെയ്യിൽ പൊരിച്ച് നല്ല കറുമുറ എന്നുള്ള ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കി കൊടുത്താൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നെയ്യ് കൊണ്ടുവന്നു. പിന്നെ 2-3 പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, അതും കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ ഇത്രയും സാധനങ്ങൾ അമ്മ കൊണ്ടുവന്നതാണ്. ഇനിയും കൊണ്ടുവരണം, വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് കാരണം അമ്മയ്ക്ക് ഈ തോളൊന്നും വയ്യാത്തതുകൊണ്ട് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത്രയും സാധനങ്ങൾ മാത്രമേ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ അമ്മയ്ക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ എൻ്റെ ബാക്കി ജോലികളിലോട്ടൊക്കെ കടന്നു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നല്ലോ. അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഡൈനിങ് ടേബിൾ നിറയും. കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ട്, പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് മടിയാണ്. ഇത് പിന്നെ അടുക്കി പറക്കി വെക്കണ്ടേ, എനിക്കത് ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ കൊണ്ടുവന്ന മുട്ട ഞാൻ പേപ്പറിൽ നിന്ന് എടുത്ത് പൊട്ടാതിരിക്കാൻ വേണ്ടി അമ്മ പേപ്പറിൽ പൊതിഞ്ഞാണ്, കുഞ്ഞു പേപ്പറിൽ പൊതിഞ്ഞാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി ഫ്രിഡ്ജിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കയ്യോടെ അതെല്ലാം അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡൈനിങ് ടേബിൾ അങ്ങ് ഒതുങ്ങുമല്ലോ. പിന്നെ കാപ്പി കുടിക്കാനൊക്കെ കാപ്പി ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കാമല്ലോ, അല്ലാതെ പിന്നെ ഇവിടെ ഒതുക്കാതിരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പം ഞാൻ എല്ലാ സാധനങ്ങളും ഒന്ന് പറക്കി മാറ്റി ഒതുക്കി പറക്കിയതിന് ശേഷം പിന്നെ അമ്മ കൊണ്ടുവന്ന സാധനങ്ങളിൽ നിന്ന് ഒരു പങ്ക് അമ്മയ്ക്ക് കൊടുത്തു വിടാനായിട്ട്, ചേട്ടായിയുടെ അമ്മ പോകുമ്പോൾ കൊടുത്തു വിടാനായിട്ട്. അമ്മ ഇന്ന് വൈകിട്ട് പോകും. അത് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ അതിൽ നിന്ന് കുറച്ച് എടുത്ത് കവറിലാക്കി അമ്മയുടെ കയ്യിലോട്ടം കൊടുക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നീടായി കഴിഞ്ഞാൽ ഞാനത് മറന്നു പോകും കേട്ടോ. എന്തൊക്കെ സാധനങ്ങൾ കൊടുത്തു വിടണമെന്നൊക്കെ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഒന്നും കൊടുത്തു വിടത്തില്ല. കാരണം എനിക്ക് ഇച്ചിരി മറവി കൂടുതലായതുകൊണ്ട് ഞാനങ്ങ് മറന്നു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കയ്യോടെ ഞാൻ അത് എല്ലാം എടുത്ത് കൊടുത്തു വിടുക. എന്നാൽ പിന്നെ ചക്ക ഇനി പോകാൻ നേരം എടുക്കാമെന്ന് വിചാരിച്ചു. അത് ഫ്രിഡ്ജിൽ വെക്കണമല്ലോ. അങ്ങനെ ബാലൻസ് ചീനിയുള്ളത് അമ്മ പറഞ്ഞു എടുത്ത് ഇന്ന് എടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചായിരുന്നു. പിന്നെ ഞാൻ കറിവേപ്പില ഓൾറെഡി അമ്മ കഴുകിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിനെ എടുത്ത് ഓരോ ഇല ഇറുത്ത് ഞാൻ പ്ലാസ്റ്റിക് പാത്രത്തിലാക്കി ഫ്രിഡ്ജിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നീലസ് ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുവാണ്. കാപ്പി കുടിച്ചിട്ടില്ല, ഇതുവരെ കാപ്പി കുടിച്ചിട്ടില്ല. 10 മണി ആയിട്ടുണ്ട്. പിന്നെ അവനിനി കാപ്പി കൊടുത്തിട്ട് വേണം എനിക്ക് എന്താ പറയുക മരുന്നൊക്കെ കൊടുക്കാനായിട്ട്. അങ്ങനെ പിന്നീടുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം എല്ലാവരും കൂടി വരുമ്പോഴത്തേനും എനിക്ക് ഒന്നിനും സമയം കിട്ടാതാവും. ഞാൻ പിന്നെ അടുക്കളയിൽ നിന്ന് ഇറങ്ങത്തില്ല കേട്ടോ. എപ്പോഴും അടുക്കളയിൽ തന്നെ ആയിരിക്കും. വീഡിയോ എടുക്കാനും കൂടിയുള്ള സമയം എനിക്ക് കിട്ടാറില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ തറയിലിരുന്നാണ് കേട്ടോ കഴിച്ചത്. എല്ലാവർക്കും കൂടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കാനായിട്ടുള്ള സ്പേസ് ഇല്ല. അങ്ങനെ അവിടെ ഇരുന്ന് കഴിച്ച സമയത്ത് കറിയെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഹാളൊന്ന് തൂത്തിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് ഓട്ടത്തുടപ്പ് തുടയ്ക്കാമെന്ന് വെച്ചാൽ കറിയൊക്കെ ഒന്ന് പോട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ എല്ലാം ഒന്ന് തുടച്ചതിന് ശേഷം ഇനി ബാക്കി പരിപാടി എന്ന് വെച്ചാൽ ഇനി പരിപാടിയൊന്നുമില്ല കേട്ടോ. ഇനി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു പോകും. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ 3 പേരും മാത്രമാവും കേട്ടോ. ഞാൻ നീലൂസും ചേട്ടായും മാത്രമാവും. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് എന്തൊക്കെയാണെന്ന് പറഞ്ഞില്ലല്ലോ. ഫുഡ് വേറെ ഒന്നുമില്ല, സ്പെഷ്യലായിട്ടൊന്നും ഇല്ലായിരുന്നു. ചോറ്, സാമ്പാർ, അവിയൽ, ചിക്കൻ വറുത്തത്, അച്ചാർ, ഇത്രയായിരുന്നു കേട്ടോ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. അങ്ങനെ എല്ലാവരും കഴിച്ചിട്ട് ഇനിയിപ്പോൾ കയറി കിടക്കാനായിട്ടൊക്കെ പോവാം. പിന്നെ സിനിമ ഇടാനായിട്ട് പോവാം കേട്ടോ. സിനിമ പക്ഷേ ആരും കാണത്തില്ല, കാരണം എല്ലാവരും ഇപ്പോൾ പോത്ത് പോലെ കിടന്നുറങ്ങും ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണം കൊണ്ട്. പിന്നെ അമ്മമാർ രണ്ടുപേരും കുളിച്ചിട്ട് റെഡിയായി. പിന്നെ അമ്മ എല്ലാ ദിവസവും ഈ രാമായണം ഇപ്പോൾ വായിക്കുന്നുണ്ട് കേട്ടോ. കർക്കിടക മാസം ആയതുകൊണ്ട് അങ്ങനെ രാമായണം വായിക്കുന്നുള്ളതുകൊണ്ട് ഇനി വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും 9:30-10 മണിയാവും. അപ്പോൾ ഇന്ന് രാമായണം വായിക്കാൻ പറ്റാത്തതാവുമെന്ന് വെച്ചിട്ട് അമ്മ ഇവിടുന്ന് വായിച്ചിട്ട് പോവാം കേട്ടോ. അങ്ങനെ അതെല്ലാം വായിച്ചതിന് ശേഷം ഞങ്ങൾ അമ്മയെ കൊണ്ടുവിടാനായിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് പോയി കേട്ടോ. ഈ നീലൂസ് ഇരിക്കുന്നതാണ്ടോ, നീലൂസിനെ കൂടെ കൊണ്ടുപോയി കേട്ടോ. ഇന്ന് അവനെ കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചാൽ പക്ഷേ അവൻ സമ്മതിക്കത്തില്ല. ചേട്ടായി എന്താ ഇങ്ങനെ വിജൃംഭിച്ച് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ബസ് നോക്കി നിൽക്കും കേട്ടോ. വരുന്ന ബസ്സെല്ലാം ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ അമ്മയെ ബസ്സിൽ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ അത് കഴിഞ്ഞ് ചേട്ടായുടെ അമ്മയും ചേട്ടനും കൂടെ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ. അങ്ങനെ അവരും പോയി. അങ്ങനെ എല്ലാവരും പോയി. ഇനി ഞങ്ങൾ 3 പേര് മാത്രം. അനുചേട്ടനും കൂടെ ഉണ്ട് കേട്ടോ. അനുചേട്ടൻ ഇതുവരെ പോയിട്ടില്ല. കുറച്ചും കൂടെ കഴിയുമ്പോൾ അനുചേട്ടൻ പോകും. നീലൂസ് കിടന്ന് ഉറങ്ങും കേട്ടോ. അപ്പോൾ അവ എണീറ്റിട്ട് അനുചേട്ടനും കൂടെ പോകും. പിന്നെ ഞങ്ങൾ 3 പേര് മാത്രം. പിന്നെ ഞാൻ മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് വിളക്ക് കത്തിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.